Oh guys, what's up? How do you do? Welcome back to another new episode in Minecraft guys. Okay guys, അപ്പം മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 2 ഓക്കെ പുതിയ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ അപ്പം ഇന്ന് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നേ, നമുക്കൊരു അയൺ ആർമർ വേണം ആൻഡ് നമ്മുടെ ടൂൾസ് ഒരിച്ചിരി അയൺ ആക്കണം, ടൂളും കാര്യങ്ങളും ഇതിനെ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഏതായാലും ഡയറക്റ്റ് വീഡിയോയ്ക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നമ്മൾ മൈനിങ്ങിന് പോകണം ഗൈസ്, മൈനിങ്ങിന്. സോ എന്തായാലും ആദ്യം നമുക്ക് കേവ് മൈനിങ്ങിന് പോവാടേ. അപ്പം ഓഫ് ക്യാമറയിലിരുന്ന് ആക്കിയ സംഭവമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സ്റ്റാക്ക് വൈറ്റ് കളറിലെ ആ തടിയും പിന്നെ സാധാ നോർമൽ ബയോമിൽ ആ തടിയും എല്ലാ തരം ഓക്കും നമ്മൾ 2 സ്റ്റാക്കാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആൻഡ് നമുക്ക് കോളും കൂടെ കണ്ടുപിടിക്കാനായിട്ട് പോകണം. നമ്മുടെ അടുത്ത് കേവ് ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇച്ചിരി കൂടെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു ഓഫ് ക്യാമറയിൽ, ആൻഡ് ഇവിടെ ഒരു കുഞ്ഞൊരു ഇതും സ്റ്റെപ്പും കൂടെ ചെയ്തായിരുന്നു ഓഫ് ക്യാമറയിൽ. ഓക്കെ, നമുക്ക് അടുത്ത് കേവ് ഉണ്ടെന്ന് പറയാനായിട്ട് നമ്മുടെ അടുത്ത് കേവ് ഉണ്ടെങ്കിൽ അവിടെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന മച്ചവർ ലൈക്ക് അടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ് അടിക്കേസ്, നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കാണുമോടെ അണ്ണാച്ചി? ഇവിടെ കിട്ടി. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കേവ് എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇനി എടുത്തില്ല. ഓ മച്ചമാരെ ഗൈസ്, പണി പാളൂല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ആ വെള്ളത്തിലേക്ക് ചാടാം ഗൈസ്. ബ്ലോക്കും എടുത്തിട്ടില്ല, ഒരു മണ്ണാങ്കട്ട എടുത്ത്. ഓ അത് ഗ്രാസ് ആയിരുന്നു ഗൈസ്, ഞാൻ പേടിച്ചേ. ആദ്യത്തെ നമ്മുടെ കോള് നമ്മൾ മൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ടോർച്ച് വേണ്ട ഗൈസ്, ടോർച്ച്. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ, കോളം കൊണ്ടല്ല ആക്കുന്നതെന്ന്. ഞാൻ വീഡിയോ കണ്ട് വരുന്നതേ ഉള്ളൂ മൈൻക്രാഫ്റ്റിലത്തെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തൊക്കെ എങ്ങനെയൊക്കെ ഏത് സാധനങ്ങൾ വെച്ചിട്ടാക്കണ്ടേ, പിന്നെ ഗ്ലാസ്സൊക്കെ എങ്ങനെ ആക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് ഈ മനസ്സിലായത് സത്യം പറഞ്ഞാൽ. ഗ്ലാസ്സും സെറ്റാക്കണം. ഇത് അവിടെ തന്നെ വീഴും ഗൈസ്, അതാണ് ഒരു കുഴപ്പം. ഓക്കെ എല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. 15 ആണെങ്കിൽ അമ്മേ. ഓ വാട്ട് ഗൈസ്, എൻ്റെ പൊന്നെ സീനായിരുന്നു. നമുക്കിപ്പം ലൈറ്റ് ഇല്ല, എന്തായാലും ലൈറ്റ് എടുത്തുകൊണ്ട് വരാമെങ്കിൽ. വാട്ട് ഈസ് ദിസ് ഗൈസ്, ഇതെന്താ ഇത്? അപ്പം എന്തായാലും നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറാം, വഴി കിട്ടുന്നിടത്ത് വെച്ച് കയറാം ഗൈസ്. ഓ മൈ ഗുഡ്നെസ് ഗൈസ്, എന്തായാലും ഇപ്പം തീരാറായിട്ടുണ്ട് സമയം. ഓക്കെ, എന്തായാലും വീട്ടിൽ വരണമായിരുന്നു, എന്തായാലും വന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം ഗൈസ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് പരിപാടി ഗൈസ്, ഇവിടെ നമുക്ക് സ്റ്റെയർസ് വെക്കുമ്പം വേറെ ലെവലായിട്ട് വീടായിട്ട് തന്നെ കാണും. നമുക്ക് സ്റ്റെയർസ് വെക്കുമ്പം പിക്കാക്സ് എടുക്കാം, ഒരു വാളിരുന്നോട്ട് കിട്ടി ഗൈസ്. നല്ല 8ൻ്റെ മുട്ടൻ വെറൈറ്റി പണി നമുക്ക് കിട്ടി. ഓ ഗൈസ്, വെറും 4 മിനിറ്റ് റെക്കോർഡായുള്ളൂ. ബാക്കി ഞാൻ എത്ര കളിച്ച് ഗൈസ്, റെക്കോർഡ് തന്നെത്താൻ ഓഫായി പോവാ. എൻ്റെ പൊന്നിതാണ്ട് ഞാൻ ആ ഇതിൽ പാത്ത് സെറ്റാക്കി. സോ ഗൈസ്, അയൺ മൈനിങ്ങിന് പോയായിരുന്നു, 1 സ്റ്റാക്ക് അയൺ കിട്ടിയായിരുന്നു. അതിന് ഞാൻ ഫർണിച്ചറിൽ കൊണ്ട് വെച്ചായിരുന്നു. ഇപ്പം എങ്ങനെ പറയാം ഞാനിപ്പം ഗൈസ്, ഞാനത് ആ വീഡിയോ അറിയാണ്ട് റെക്കോർഡ് ഓഫായി പോയി ഗൈസ്. ഞാൻ ഓഫിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. സോ മാറ്റങ്ങൾ പറഞ്ഞുതരാം. സോ ഞാൻ പാത്തും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാക്കിയായിരുന്നു. പാത്തിൻ്റെ നടുക്ക് ഓരോരോ കല്ലും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ ഷേപ്പായിട്ട് തോന്നിക്കാനായിട്ട് കല്ലിൻ്റെ സ്റ്റോൺ സ്റ്റേഴ്സിലേസ് അത് ഞാൻ ഒരിച്ചിരി ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അതിങ്ങനെ ചുറ്റിലും വീടിൻ്റെ മേലെ ഇങ്ങനെ ചുറ്റിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു പെട്ടി വീടാണെന്ന് തോന്നിക്കത്തില്ല, ഒരു വീടായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വീടായിട്ടെങ്കിലും തോന്നിക്കുന്നുണ്ട്. ആൻഡ് അത്രയേ ഉള്ളൂ. പിന്നെ ഈ മെഷീൻ ആക്കിയത് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. സോ എന്തായാലും ഞാൻ ഈ ഒരു മെഷീനും കാരണം തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ മാറ്റമുള്ളൂ. വേറെ മാറ്റമൊന്നുമില്ല. 28 അയണും കാര്യങ്ങളും തന്നെ ആയിട്ടുണ്ട്. ഇപ്പം 19 അയൺ ആകുമ്പം 47 അയൺ ആയിട്ടുണ്ട്. ലെവല് 5 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കില്ല. സോ സ്റ്റിക്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വേണം. ഓക്കെ, സ്റ്റിക്ക് ഒരിച്ചിരി നമ്മൾ ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ആൻഡ് സ്റ്റിക്സ് 24 സ്റ്റിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആൻഡ് ഇനി നമുക്ക് ഒരു
അയണിൻ്റെ ഹെൽമെറ്റ്, ബ്രസ്റ്റ് പ്ലേറ്റ്, ഗിൻസ്, ബൂട്ട്സ്. ഓക്കെ, ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട്. ആൻഡ് അയണിൻ്റെ ഒരു സോഡ്, ആക്സ്, ഷവല്, ഹോ അയണിനും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫൈനലി ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേരായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വെച്ച് നമ്മൾ ഇംഗ്ലീഷ് വീഡിയോ വരുന്നോടെ വരും. എല്ലാ മച്ചർക്കും ബൈ ഗൈസ്. അതാണ്ട് ഇന്ന് കണ്ടു ഗൈസ്, അയൺ ആർമർ നല്ല രസമില്ലേ, സീനായിട്ടുണ്ട്. പ്ലസ്സൊക്കെ ഉണ്ട് ഗൈസ്, വേറെ ലെവല്. ആൻഡ് അയണിൻ്റെ ഫുൾ ആർമർസും അയണിൻ്റെ ടൂൾസും ആയിട്ടുണ്ട്. അപ്പം ഗൈസ് അടുത്ത ഒരു വീഡിയോ വരുന്നോണ്ട് വരും. എല്ലാ മച്ചർക്കും ബൈ പറഞ്ഞുകൊണ്ട് see you soon. Bye guys.